ഹലോ ഗേസ്, ടി കെ ഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ 10 ദിവസമായി നടന്നു വരുന്ന കോന്നി കരിയാട്ടത്തിൻ്റെ സമാപന സമ്മേളന ഘോഷയാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ജനനായകന്റെ നേതൃത്വത്തിൽ നിരവധി പേരുടെ കഷ്ടപ്പാടിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി അതിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നെത്തുമ്പോൾ കോന്നി മുഴുവൻ, കോന്നിയുമല്ല പത്തനംതിട്ട മുഴുവൻ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള എത്രയധികം ആളുകളാണ് ഈ മലയോര ഹൈവേയുടെ ഇരുവശത്തുമായി നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആ പൈതൃകവും ചെയ്യാത്തതെന്ന് പറയുന്നത് ഘോഷയാത്രകൾ ഒന്നിച്ച് അകമ്പടിയായിക്കൊണ്ട് ആളമേള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഈ കാവടി ഘോഷയാത്രകള്, ഒപ്പം കരകാട്ടം ഉൾപ്പെടെയുള്ള മനോഹരമായ ദൃശ്യവിസ്മയങ്ങളുമായി നടന്നുവരുന്ന ഈ ഘോഷയാത്ര കോന്നിക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി കാണാത്ത ഒരു വിചിത്രത ഇവിടെ സംഭവിക്കുന്നു. എന്താണെന്ന് അവരങ്ങനെ തിരിച്ചറിയാൻ നോക്കി നിൽക്കുമ്പോൾ അച്ഛൻ കോവിലാറിന്റെ ജനസാമർത്ഥ്യം പോലും ഒരു നിമിഷം നിശബ്ദമായി നിൽക്കുകയാണ്. കോന്നിയുടെ വിശേഷങ്ങൾ, കോന്നിയുടെ അവതരണം, അതങ്ങനെ ലോകത്തെ മുന്നിലേക്ക് ആദായങ്ങളായി പലരുടെ തുറന്നുകൊണ്ട് കോന്നിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന
മനസ്സിലൊരിക്കലും നമ്മൾ ഇതുവരെയും പറയാൻ പോകുന്നത് കല്യാണമെന്നാണ് പറയാൻ പോകുന്നത്. ആ രീതിയിലേക്ക് ഈ രണ്ടാമത്തെ പ്രാവശ്യം കല്യാണത്തെ മോദിക്കാരുടെ മനസ്സിന്റെ ഉള്ളവരുടെ അമ്മാഴത്തിലേക്ക് വരച്ചു ചേർത്ത മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു മാർഗം പിടിച്ച് ഇതിന്റെ നിർണായകന്മാരെല്ലാം മുന്നിലെത്തുകൊണ്ട് നയിക്കുന്ന ഒരു ഘോഷയാത്ര. അതിന് മുന്നിലായി മോദിയുടെ പഴയ കൊണ്ട് വിളമ്പിക്കൊണ്ട് മോദിയുടെ മണ്ണിൽ നിന്ന് അലർവരുന്ന കാട്ടു കൊമ്പന്മാരെ വെട്ടിയെടുത്ത മോദിക്കാരുടെ ആവേശങ്ങളെ ഉയർത്തി ഇങ്ങനെ ഇതാ ആ ഉത്സവ പറമ്പുകളിൽ ആനകൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ആനകളെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു ചരിത്രമുണ്ട്. അങ്ങനെ ആനകളെ മനുഷ്യനുകൂലമായി പരിശീലിപ്പിച്ചെടുത്ത ചരിത്രമുള്ള 1942 കോന്നിയിൽ ആനക്കൂട് പരിശീലന കേന്ദ്രം സ്ഥാപിച്ച് 1977 വരെ ആനപിടുത്തത്തിന്റെ ചരിത്രമുള്ള കോന്നിയിൽ ഇതാ കോന്നിയിൽ കാടിളക്കി നടന്ന ഒറ്റ കൊമ്പന്മാരെയും കാട്ടുകൊമ്പന്മാരെയും പിടിച്ചു പെരുക്കി ഈ കരിയാട്ട വേദിയിലേക്ക് മനോഹര ദൃശ്യചാരുതയോടുകൂടി അഡ്വക്കേറ്റ് കെ.യു. ജനീഷ് കുമാർ എന്ന ഈ ആധുനിക കോന്നിയുടെ വികസന ശില്പി അണിയിച്ചൊരുക്കിയ കരിയാട്ടത്തിന്റെ മഹാഘോഷയാത്ര ഇതാ കോന്നി സെൻട്രൽ ജംഗ്ഷനിലേക്ക് അലിഞ്ഞു ചേരുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. കോന്നി സെൻട്രൽ ജംഗ്ഷന്റെ തൊട്ടടുത്താണ് നമ്മുടെ മഹത്തായ ആനക്കൂട്. ആ ആനക്കൂടിന്റെ ചരിത്രമാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. ആനക്കൂടിനോട് ചേർന്നിതാ നമ്മുടെ കരിയാട്ടത്തിന്റെ മഹാഘോഷയാത്ര എലിയറക്കിൽ നിന്നും ആരംഭിച്ച് ഫയർ സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് 2 ഘോഷയാത്രകളും അല്പസമയത്തിനുള്ളിൽ കോന്നി സെൻട്രൽ ജംഗ്ഷനിൽ സമന്വയിക്കുന്ന മനോഹരമായ കാഴ്ച കാണുമ്പോൾ പ്രിയപ്പെട്ട സജി, ഈ ആളുകളൊക്കെ ഇത് എവിടെ നിന്ന് ഒഴുകിയെത്തിയതാണ് ഞാനിപ്പോൾ അത്ഭുതപ്പെടുകയാണ്. എനിക്കിവിടെ നോക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇത്രമാത്രം ആളുകളെ കൊള്ളുവാനുള്ള ശേഷി, ഇത്രമാത്രം ആളുകളെ ആവാഹിക്കുവാനുള്ള ശേഷി നമ്മുടെ ഈ സുന്ദരമായ കോന്നിക്കുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതാ വിവിധ ദേശങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളുമായ അമ്മമാർ, വിവിധ ദേശങ്ങളിൽ ചെറുപ്പക്കാരുടെ ഒരു നീണ്ട നിര, ഇതാ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ, കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ വന്ന് അണിചേരുകയാണ് ഈ കരിയാട്ട മഹോത്സവത്തിൽ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 ദിനരാത്രങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ കോന്നിയിൽ ഉത്സവത്തിന്റെ ഛായ സൃഷ്ടിച്ചുകൊണ്ട് മനോഹരമായി അണിയിച്ചൊരുക്കി ഈ കോന്നിയുടെ സംസ്കാരവും പൈതൃകവും ടൂറിസം സാധ്യതകളും ലോകത്തിന് നെറുകയിൽ അവതരിപ്പിക്കുവാൻ അഡ്വക്കേറ്റ് കെ.യു. ജനീഷ് കുമാർ MLA അഭിമാനപൂർവ്വം ടൂറിസം, വ്യവസായ, കാർഷിക പ്രദർശന വിപണന മേള, അമ്യൂസ്മെന്റ് പാർക്ക്, പെറ്റ് ഷോ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ കോർത്തിണക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 10 ദിവസക്കാലം നമ്മളെ ആഘോഷത്തിന്റെ രാവ് ഉയർത്തിയത്. ആ
ആഘോഷ രാവ് ഉയർത്തുവാൻ ചുക്കാൻ പിടിച്ച ഈ നാടിന്റെ ജനപ്രതിനിധി, ഈ നാടിന്റെ ജനനായകൻ, ആധുനിക കോന്നിയുടെ ശില്പി, BMBC റോഡുകൾ, പാലങ്ങൾ, കലുങ്കുകൾ, ആശുപത്രികൾ, അംഗൻവാടികൾ, നഴ്സിംഗ് സ്കൂള്, മെഡിക്കൽ കോളേജ്, ചിറ്റാറിൽ ജില്ലാ സ്പെഷ്യലൈസ് ആശുപത്രി, അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ വികസനം എന്താണോ അതെല്ലാം നമ്മൾ സ്വപ്നം കാണുന്നതിന് മുമ്പേ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാക്കി തന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട ജനകീയൻ, ജനപ്രതിനിധി, പ്രിയപ്പെട്ട KU ജനീഷ് കുമാർ ഇങ്ങനെ നേതൃത്വം കൊടുത്തുകൊണ്ട് സാംസ്കാരിക ഘോഷയാത്ര ഇങ്ങനെ കടന്നു വരുമ്പോൾ മുമ്പൊന്നുമില്ലാത്തൊരു ദൃശ്യചാരുതയാണ് ഇപ്പോൾ കോന്നിക്ക്. കോന്നി ഒരുപാട് സുന്ദരിയായിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രകൃതി അതിന്റെ സൗന്ദര്യം തുടമ്പേറ്റി നിൽക്കുന്ന ഗവി ഈ കോന്നി മണ്ഡലത്തിലാണ്. ഇതാ കക്കാട്ടാറിന്റെ ഓളപ്പരപ്പുകളിൽ കൂടി കേരളത്തിന്റെ ഊർജ്ജ നിലവറയിലേക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന മൂഴിയാണ് ശബരിഗിരി ജലവൈദ്യുതി നിലയം നമ്മുടെ മണ്ഡലത്തിലാണ്. പ്രിയപ്പെട്ടവരെ കല്ലാറ്റിന്റെ ഓളപ്പരപ്പുകളിൽ തൊഴിയുന്ന അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം നമ്മുടെ മണ്ഡലത്തിലാണ്. ഇതാ നാടിനോട് കഥ പറയുന്ന കാട്ടാത്തിപ്പാറ, നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാറയുടെ വിസ്മയം തീർന്നുകൊണ്ട് കോന്നി മണ്ഡലത്തെ അലങ്കരിച്ചിരിക്കുന്ന കാട്ടാത്തിപ്പാറ നമ്മുടെ മണ്ഡലത്തിലാണ്. ഇതാ മൺപിലാവിലെ പാലരുവിയും ചതുരക്കള്ളിപ്പാറയും കോട്ടപ്പാറയും ഇങ്ങനെ പേരുവാനിയിലെ വനവാസ കേന്ദ്രവും തേക്കുതോട്ടിലെ പാലരുവിയും പൂച്ചക്കുളം തേനരുവിയും എല്ലാം നമ്മുടെ ടൂറിസത്തിന്റെ പ്രത്യേകതയാണെന്ന് ലോകത്തിന് മുകളിൽ വിളിച്ചോതുവാൻ കരിയാട്ടം ഒരുക്കിയ കരിയാട്ടത്തിന്റെ ശില്പി നേതൃത്വം നൽകുന്ന മഹാഘോഷയാത്ര കോന്നി സെൻട്രൽ ജംഗ്ഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന മനോഹരമായ ദൃശ്യമാണ്. റോഡിന് ഇരുവശവും നമുക്കറിയാം പതിനായിരങ്ങളാണ് അണിനിരന്നിരിക്കുന്നത്. കോന്നിയുടെ ചരിത്രം ഇതേവരെ കണ്ടിട്ടില്ലാത്ത ജനസാഗരം. ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെയാണ് ഓണത്തിന്റെ വാരാഘോഷത്തിന്റെ സമാപനം. ഈ കോന്നി നിങ്ങളെ മാടി വിളിക്കുകയാണ്. സൗന്ദര്യം പ്രകൃതിയിൽ തുടമ്പേറ്റി നിൽക്കുന്ന കോന്നി ഒട്ടനവധി പ്രൗഢിയുള്ള ആനക്കൂടിന്റെ കഥ പറയുന്ന കോന്നിയുടെ മണിത്തട്ടിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ അണിനിരന്നിരിക്കുന്ന മനോഹരമായ ദൃശ്യവിസ്മയം കാണുവാൻ ലോകമേ കോന്നിയിലേക്ക് കടന്നു വരൂ. ഈ മനോഹര ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കൂ, ആസ്വദിക്കൂ. ഓർമ്മിച്ചുകൊണ്ടതാ പരിവേഷധാരികൾ തുറന്നു നിൽക്കുന്നവരെ നോക്കൂ. മനോഹരമായ 1999 ക്രിസ്തുക്കളുടെ ദേവനായ അല്ലേലൂയ ആശീർവാദങ്ങൾ ഉൾപ്പെടുന്ന കോന്നിയുടെ മണ്ണിൽ കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷൻ എത്തി നിൽക്കുമ്പോൾ ഇതങ്ങനെ ദേവരുടെ മുന്നിൽ ആവേശത്തിന് മാറ്റുകൂട്ടാനായി കടന്നു വന്ന ഗജകുളരാജമുഖ സൗന്ദര്യം ലോകത്തിന് മുന്നിലേക്ക് വിളിച്ചോതുവാൻ ഈ നാടിന്റെ കലാകായിക പൈതൃകമോന്റെ സംസ്കാരവും ലോകത്തിന് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ടൂറിസത്തിന്റെ പ്രമോഷൻ വേണ്ടി നടത്തപ്പെടുന്ന ഈ ടൂറിസം പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി കോന്നിയുടെ മനോഹരമായ ദൃശ്യവിസ്മയമായി കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷൻ നിറഞ്ഞു സ്ഥാപിച്ച് കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷൻ നിറഞ്ഞു സ്ഥാപിച്ചങ്ങനെ ജനസാഗരം അങ്ങനെ ആലയടിച്ചു വരികയാണ്. കരിവീരക്കാരനെ കടന്നു വരുമ്പോൾ രാജശേഖരൻ കടന്നു വരുമ്പോൾ അതിന്റെ എല്ലാം പ്രിയങ്കരനായ കോന്നിയുടെ ജനനായകനാണ്. തലയെടുപ്പുള്ള കോന്നി സുരേന്ദ്രന്റെ അതേ തലയെടുപ്പുമായി മനോഹരമായി മുന്നിൽ നിന്നുകൊണ്ട് ഈ കരിയാട്ട ഘോഷയാത്രയെ നയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇത് സെൻട്രൽ ജംഗ്ഷനിന്റെ മുന്നിലായ കോന്നി സെൻട്രൽ ജംഗ്ഷനിൽ പൂരത്തിന് പെരുമാറിയിരിക്കുന്ന വാദ്യക്കാരെ പോലെയാണ് നിരവധി വാദ്യഘോഷധാരികളുടെ താളത്തിൽ പതിച്ചു തീർക്കുന്ന മനോഹര കാഴ്ചയിലേക്ക് ഭാരതത്തിന്റെ ഭാഗമായ കേന്ദ്രമാക്കി എന്ന കലാരൂപത്തെ വീണ്ടും ലോകത്തിന്റെ മുന്നിലേക്ക് കോന്നിയുടെ ടൂറിസം സാധ്യതകൾക്ക് പുതിയ വിപണന സാധ്യതകൾ വിളിച്ചോതിക്കൊണ്ട് നടത്തപ്പെടുന്ന കരിയാട്ടം 2025 ടൂറിസം എക്സ്പോ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ കോന്നിയുടെ മലയോര ജനത മലയോര തടിച്ചുകൂടി അടുത്ത
പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ കോന്നി എന്ന മനോഹരമായ ഇന്ന് കോന്നിക്ക് വളരെ ഒരു സൗന്ദര്യം കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. കോന്നിയുടെ കവിൾക്കാടുകളെല്ലാം ചുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കോന്നിക്ക് മനുഷ്യനെ ആകർഷിക്കാൻ കഴിയുമോ? അതിന് കാരണമുണ്ട്. ചുമ്മാ ഒന്ന് കോന്നിയിലേക്ക് ആള് വന്നതല്ല. പ്രിയപ്പെട്ടവരെ, കാലങ്ങളായി വികസന മുരടിപ്പിച്ച് കിടന്ന കോന്നിയെ ഇത്തരത്തിൽ അടിയിച്ചൊരുക്കിയ ഒരു ജനകീയ ജനപ്രതിനിധി ഇടപെടലാണ് ഇത്തരത്തിൽ ഈ കോന്നിയുടെ നാനാദേശങ്ങളിൽ നിന്നും കേരളത്തിന്റെ നാനാദേശങ്ങളിൽ നിന്നും കോന്നിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, ഏനാദിമംഗലം പഞ്ചായത്തുണ്ട്, കലഞ്ഞൂര്, പ്രമാണം, വള്ളിക്കോട്, അരുവാക്കുളം, കോന്നി പഞ്ചായത്തുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ കീഴത്തോട്, ചിറ്റാറ്, തണ്ണിത്തോട്, മൈലപ്ര, മലയാളപ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം ചേർന്ന് സമ്പന്നമാക്കിയിരിക്കുകയാണ് നമ്മുടെ കരിയാട്ടത്തെ. പ്രിയപ്പെട്ടവരെ, ഈ ജനങ്ങളെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുവരുവാൻ മാന്ത്രികതയൊന്നുമല്ല പ്രയോഗിച്ചത്. ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വികസനം ജനങ്ങൾ ആഗ്രഹിച്ച സമയത്ത് കൃത്യമായ രീതിയിൽ മണ്ണിൽ അവതരിക്കുന്നു എന്നുള്ള ഒരു വലിയ മാജിക്കാണ്. അത് BMTC റോഡുകൾ, അതുപോലെ തന്നെ പാലങ്ങൾ, കലുകൾ, ആശുപത്രികൾ, അംഗൻവാടികൾ, സ്കൂളുകൾ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ജില്ലാ സ്പെഷ്യലൈസ് ആശുപത്രി, എന്തൊക്കെ വേണം. കോന്നി പട്ടണത്തിന്റെ വീഥികളെ അലങ്കരിച്ചുകൊണ്ട് മേള രാജാക്കന്മാരാണ്. നമുക്കറിയാം, 18 മലയ്ക്കപ്പുറവും കേൾക്കുന്ന ചെണ്ട. ആ ചെണ്ടയുടെ നാദവിസ്മയത്തിൽ കോന്നി ഇങ്ങനെ ലയിച്ചു നിൽക്കുകയാണ്. ഇലത്താളത്തിന്റെ പഞ്ചവാദ്യത്തിന്റെ ലഹരിയിൽ കോന്നി ആറാടുകയാണ്. ആ പഞ്ചവാദ്യത്തിന്റെയും ഇലത്താളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും മുത്തുകുടകളുടെയും മയിലാട്ടത്തിന്റെയും മാനാട്ടത്തിന്റെയും പാട്ടുമേളത്തിന്റെയും കരകയാട്ടത്തിന്റെയും അകമ്പടിയോടുകൂടി നമ്മുടെ ഗജവീരന്മാർ ഇങ്ങനെ മസ്തകം കുലുക്കി കൊമ്പുകൾ ഇളക്കിയാട്ടി ആ തുമ്പിക്കൈകൾ ഉയർത്തി വിശേഷിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. പറയാനാവുന്നത് എത്ര മാത്രമാണ്. കൂടുതലിൽ തുടർത്തിയാൽ വെച്ച് അതിനൊറ്റമായി വെള്ളത്തോട് പാടിയെങ്കിൽ കോന്നിയുടെ പ്രിയങ്കരങ്ങളായ ജനങ്ങൾക്ക്, ആവേശത്തിന്റെ കണ്ണുകൾക്ക്, മിഴികൾക്ക് മനോഹരമായ ഉത്സവ കാഴ്ചയൊരുക്കി. പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ ഇനിയും ഇതുപോലൊരു ആഘോഷം ഓണത്തിന് ഉത്രട്ടാതിയിൽ വള്ളംകളിക്കാണ് കാണുന്നതെങ്കിൽ കോന്നിയുടെ മണ്ണിനെ ഒരു വള്ളംകളിയുടെ മഹോത്സവത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലെ വീണ്ടും മനോഹരമായ ദൃശ്യവിസ്മയം നിങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നവരാണ്. അവരെ മനോഹരമായി അവർക്ക് വേണ്ടി മനോഹരമായി അവർക്ക് മുന്നിലേക്ക് ഈ ലോകത്തിന്റെ വിസ്മയ കാഴ്ചകളെ വിളിച്ചോതാൻ കടന്നു വന്ന പ്രിയപ്പെട്ട കരിയാട്ടത്തിന്റെ കൂട്ടം തുറന്നുകൊണ്ട് പുത്തൻ വലിയ പാതയൊരുക്കിക്കൊണ്ട് ഈ മലയോര പാതയുടെ ഇരുപതുമായി കാത്തു നിൽക്കുന്ന ജനങ്ങളെ ആവേശഭരിതമാക്കിക്കൊണ്ട് കരിയാട്ടം 2025 ആവേശകരമായ ഘോഷയാത്ര അതിന്റെ മുന്നിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ലോകത്തിന് എന്നും മാതൃകയാകുന്ന കേരളത്തിന്റെ തനത് കലാശൈലി കഥകളിയും ഓട്ടത്തുകളിലും അതിന്റെ ദേശകാര്യങ്ങളെ മുന്നിൽ വരുമ്പോൾ ഇതിന്റെ മുന്നിലായിരുന്ന മനോഹരമായ കഥകളെപ്പോലെ എടുത്തു. പുറമോട്ട് മാറിയെങ്കിൽ മാത്രമേ 10,000-കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുകയാണ്. നമുക്ക് കഴിയുന്ന പരമാവധി ആളുകളെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് സംഘാടകർ പരിശ്രമിക്കുന്നത്. ദയവ് ചെയ്ത് സഹകരിക്കണം എന്നറിയിക്കുകയാണ്. പരമാവധി ആളുകളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. ദയവ് ചെയ്ത് സഹകരിക്കണം. ഇപ്പോൾ കയറുന്ന ആളുകളെല്ലാം തന്നെ ആ വലതു ഭാഗത്തുള്ള കമ്പാർട്ട്മെന്റിലേക്ക് കയറണം. അവിടെ ഇപ്പോൾ ആവശ്യ സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് കയറി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ദയവ് ചെയ്ത് സഹകരിക്കുക. നാം പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കുള്ള ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്.
പോകുന്നതും ശോഷിച്ച നിലയിലേക്ക് വന്നതും. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് നമ്മുടെ ആലപ്പൂരിന്. പക്ഷേ കാലം ആവശ്യപ്പെട്ട നിലയിലേക്ക് നമ്മുടെ ആലപ്പൂരിലേക്ക് സഞ്ചാരികൾ എത്താതെ പോയത്. ഹലോ ഗേയ്സ്, അന്നേരം തന്നെ ഇതാണ് നമ്മുടെ കോന്നി കരിയാട്ടത്തിൻ്റെ സമാപന സമ്മേളനം, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള മറ്റു പരിപാടികളൊക്കെ. അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അന്നേരം തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ വേടൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ജനമാണ് കേട്ടോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ജനസാഗരമാണ് ഇന്ന് കോന്നിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. അന്നേരം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അന്നേരം എല്ലാവർക്കും ബൈ.